വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ ഒരിക്കലും പരാതി പറഞ്ഞുകൊണ്ടിരുന്നിട്ടില്ല. പക്ഷെ അത് താനേ പുറത്തേക്ക് കഴിഞ്ഞ വർഷം തന്നെ പത്രങ്ങളിൽ കൂടെയൊക്കെ ചില കാര്യങ്ങൾ വന്നു. അപ്പോൾ നമുക്ക് ഒരു പരിധി ഉണ്ടല്ലോ ചില കാര്യങ്ങൾ. അത് ഇങ്ങനെ പഴയ ഇരുന്ന പാർട്ടി ഒരിക്കലും കുറ്റം പറയുന്നത് ഇഷ്ടമല്ല. ഒരുപാട് പ്രവർത്തകരുടെ സഖാക്കളുടെ എല്ലാം ത്യാഗപൂർണ്ണമായ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ വില മതിക്കുന്നു. അവരോടൊക്കെ എനിക്ക് അങ്ങേയറ്റം ഇഷ്ടമാണ്. കഠിനമായി ജോലി ചെയ്തുകൊണ്ട് വീണ്ടും വീണ്ടും ജയിപ്പിച്ചു അവസരം തന്നു. അടുത്ത ആളിന് വേണ്ടിയും നല്ല പോലെ പ്രവർത്തിച്ചു, അദ്ദേഹവും ജയിച്ചു. അതിൽ ഇനി എന്നെ എത്ര ആക്ഷേപം പറഞ്ഞാലും എനിക്കൊന്നുമില്ല. ഞാൻ ഒരു വേണ്ട കുറ്റമേ ഞാൻ പറയാനില്ല. എനിക്ക് ആ പാർട്ടിയിലുള്ള ഒരാളോടും കുറവില്ല, ദേഷ്യമില്ല. പക്ഷെ എനിക്ക് പ്രവർത്തിക്കാനുള്ളൊരു സ്പേസ് ഞാൻ അവിടെ വേണ്ട ആളല്ലാന്ന് എനിക്ക് നന്നായി ഫീൽ ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ ദീർഘനാളത്തെ എല്ലാവരുടെയും ഒരു എന്നോട് പല ആൾക്കാരും ഒപ്പം വരണം, ഓഫീസിലേക്ക് ഒതുങ്ങരുത്, പൊതുപ്രവർത്തകയായിട്ട് പൊതുജനങ്ങളോടൊപ്പം വേണമെന്ന് എത്രയോ പേര് പറഞ്ഞിരുന്നു. അപ്പോഴും ഞാൻ ഞാൻ എൻ്റെ സ്വന്തമായിട്ട് അങ്ങ് ഏറ്റെടുത്ത് എനിക്ക് വയ്യാത്തതുകൊണ്ടാണെന്നൊക്കെ ചെറിയ കള്ളം വരെ പറയേണ്ടി വരും ഇങ്ങനെ ഒതുങ്ങി പോകുന്നത്. അപ്പോൾ ആ ഒരു പരിക്കൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള സത്യം അതൊക്കെ മാറിയിരുന്നു. പക്ഷെ മാനസികമായിട്ട് എന്നിട്ടും ഞാൻ 2.5 വർഷവും നിങ്ങളെല്ലാം ഞങ്ങളുടെ നാട്ടിലുള്ളവർക്ക് അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം, പാർട്ടിയുടെ സമ്മേളനത്തിനും എല്ലാ പൊതുപരിപാടിയിലും ഓടി നടന്നുകൊണ്ടിരുന്ന 2.5 വർഷത്തിലല്ല. ഇപ്പോൾ ഒരു കുറച്ച് 2023 മാർച്ച് 15 ശേഷമാണ് ഞാൻ തീർത്തും എൻ്റെ എല്ലാத்தைയും ഒഴിവാക്കാനും പറഞ്ഞു. ഞാൻ ആവശ്യമുള്ള ഒരാളല്ലെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞായിരുന്നു. എനിക്ക് കുറ്റം പറയാൻ ഇഷ്ടമില്ല, കാരണം ഒരുപാട് പേരുടെ ത്യാഗത്തോടെയുള്ള സഹായം എനിക്കുള്ളതാണ്. പാർട്ടി സഖാക്കളുടെ, പ്രവർത്തകരുടെ. എനിക്ക് ഒരിക്കലും ആരോടും ദേഷ്യമില്ല. പക്ഷെ എനിക്ക് വല്ലാണ്ട് ഫീൽ ചെയ്തുകൊണ്ട് അവിടെ എനിക്കൊരു സ്പേസ് ഇല്ലാതെ. അതുകൊണ്ട് തന്നെയാണ് എന്ത് തന്നെന്ന് പറയുന്നത് തന്നില്ലെന്ന് പറയേണ്ടിയില്ല. പക്ഷെ ആ തന്ന ജോലി 100% ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ചെയ്യാവുന്ന എല്ലാ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്, നാടിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇല്ലെന്ന് കാണിച്ചു കൊടുക്കാൻ അക്കം വിട്ട് എനിക്കറിയാൻ പറ്റും. ഒന്നും എനിക്ക് പറയാനില്ല. താങ്കളുടെ ഭാവിയിൽ അദ്ദേഹത്തിന് വലിയ ആശങ്കയുണ്ടെന്നാണ് പറഞ്ഞത്. അതെന്താണെന്ന് നിങ്ങളൊക്കെ നോക്കി എനിക്കറിഞ്ഞൂടെ. എൻ്റെ ഭാവി എന്തോന്നാണ്? ഞാൻ ഈ പാർട്ടിയിൽ നിന്നാലേ ഭാവി ഒന്നുമെന്നാണെങ്കിൽ ഞാൻ എല്ലാം അവസാനിപ്പിച്ചു. ഞാൻ എൻ്റെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്, എല്ലാ നേതാക്കളോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒരു പരിഹരിക്കേണ്ടെന്ന് തോന്നിയിട്ടാണ് എനിക്കറിയില്ല. എന്തായാലും അതിനൊരു അഡ്രസ്സ് വന്നില്ല, എനിക്കതിന് പരാതിയില്ല. ജനങ്ങൾക്കറിയാം, ഓരോ ജനത്തിനും അറിയാം ആയിഷ പോറ്റി അവസരവാദിയാണോ സ്ഥാനമൊക്കെയാണ്. പക്ഷെ നമുക്ക് പ്രവർത്തിക്കാൻ ഒരു സ്പേസ് കംഫർട്ടബിളായിട്ടുണ്ടെങ്കിൽ അവിടെ ജനങ്ങളോടൊപ്പം തീർച്ചയായിട്ടും ഉണ്ടാകും. എനിക്ക് വേറെ ഒന്നും ആവശ്യമില്ല. എന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നവുമില്ല. എത്ര ആക്ഷേപിച്ചാലും എനിക്ക് ചേരുന്ന ഭാഷയല്ല. റിപ്പോർട്ടർ ചാനലിൽ ഇവിടെ ഉണ്ടെങ്കിൽ ശ്രീ അരുൺകുമാർ പറഞ്ഞത് അദ്ദേഹം വേറെ ആരുടെയെങ്കിലും കാര്യമാണ്, അല്ലാതെ ആയിഷ പോറ്റിയെ അംശം പോലും ബന്ധിക്കുന്ന കാര്യമല്ല എന്നുള്ളത് അദ്ദേഹം ഒന്ന് നാട്ടിൽ അന്വേഷിച്ചാൽ മനസ്സിലാവുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബീക്കൺ ലൈറ്റോ ഒന്നും ഇട്ടുകൊണ്ട് പോകുക എന്നുള്ളതല്ല. കാറ് കണ്ടിട്ടില്ലാത്ത ആളല്ല ഞാൻ അങ്ങനെ ഒരു ടെൻഷൻ അടിച്ചോ ഒന്നും പറയല്ല. എന്നെ ഒട്ടും അറിയാത്തതുകൊണ്ടാണ് ആരൊക്കെയോ പറഞ്ഞു കേൾക്കുന്ന. എന്നെ മനസ്സിലാക്കിയില്ല, എൻ്റെ പാർട്ടി എന്നുള്ളൊരു സങ്കടമോ എൻ്റെ പഴയ പാർട്ടി എന്നെ ഒട്ടും മനസ്സിലാക്കിയില്ല എന്നുള്ളൊരു ചെറിയ വിഷമം കൂടെ എനിക്കുണ്ട്. ഞാൻ ആരാണെന്ന് ഒട്ടും മനസ്സിലാക്കിയില്ല. ഇല്ലെങ്കിൽ ഞാൻ മാറിയിട്ട് ഞാൻ എന്നും എല്ലാ കാര്യത്തിനും ഓടിക്കൊണ്ടിരുന്നല്ലേ. എന്ത് കാരണം കൊണ്ടാണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടില്ല, അതിന് രേഖയില്ല, സത്യമാണ്. അതുകൊണ്ട് എനിക്കിപ്പോൾ എടുത്ത് കാണിക്കാൻ പറ്റും. ഞാൻ ഈ നേതാക്കളോടെല്ലാം പറഞ്ഞു എനിക്ക് പറ്റാത്ത എന്ത് പ്രശ്നമാണ്. നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഒന്നും തോന്നരുത് കേട്ടോ. എല്ലാവരും മൂത്ത സഹോദരി പോയെന്നാ പറയുന്നതെന്ന് പറഞ്ഞു. മൂത്ത സഹോദരി അങ്ങോട്ട് ഇറങ്ങി അനിയനെ അങ്ങോട്ട് കയറ്റി കഴിഞ്ഞിട്ട് ഹൈമാസ് ലൈറ്റ് വിദ്യാഭ്യാസ സമുച്ചയം 5 കോടിയുടെ ഞാൻ MLA ആയിരുന്നപ്പോൾ വെച്ച നിരവധി ഫണ്ടുകൾ, അതിൻ്റെ ഒരു തറക്കല്ലിടലിൻ്റെ ഈ ആയിഷ പോറ്റി ചേച്ചിക്ക് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടോ എന്ന് തീർച്ചയായിട്ടും ചേച്ചിയെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പരിശോധിക്കണം. അറിയാൻ വയ്യാത്തവരല്ലല്ലോ ആരും. ഞാനൊന്നും വലിയ ആളൊന്നുമല്ല, പക്ഷേ അറിയാം. എനിക്കാണെങ്കിൽ പറ്റുമോ? ബാലകൃഷ്ണപിള്ള സാറിനെ വിളിക്കാത്ത പരിപാടി അവിടെ ഉണ്ടായിരുന്നോ? എഴുകോൺ നാരായണൻ അദ്ദേഹത്തെ വിളിക്കാത്ത പരിപാടി ആ ഭാഗത്തുണ്ടായിരുന്നു. രാഘവൻ അദ്ദേഹത്തെ വിളിക്കാത്ത ഒരു പരിപാടി നിങ്ങൾ നോക്കല്ലേ? ആ കല്ലിനൊക്കെ പേര് അതെനിക്കറിയില്ല. 2006 എനിക്ക് എൻ്റെ മുമ്പിലുള്ളതല്ല അതൊന്നും. അതെല്ലാം ഇപ്പം വന്ന പ്രസ്ഥാനം തീരുമാനിക്കുന്ന കാര്യങ്ങളല്ലേ. എൻ്റെ മുമ്പിൽ അതൊന്നുമില്ല.
തീർച്ചയായിട്ടും 100% തെറ്റിദ്ധരിക്കരുത്. റിപ്പോർട്ടറിലെ അരുൺകുമാറിനോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. അത്ര മ്ലേച്ഛമായിട്ട് എന്നെ അറിയാതെ പറയരുത് കേട്ടോ. എനിക്ക് അദ്ദേഹത്തിനോട് ഏറ്റവും കൂടുതൽ പറയാം, വേറെ ആരോടുമല്ല, ഇദ്ദേഹത്തോടാണ്. എന്താ ആവേശമാണെന്ന് നോക്കി. ഈ നാട്ടിലെ ജനങ്ങൾ മറ്റുള്ളവർക്ക് ചിലപ്പോൾ എന്നെ അറിയില്ലായിരിക്കും, ഞാനൊരു കൊച്ചു സ്ഥലത്തുള്ള ആളല്ലേ, നമ്മളൊരു വലിയ ആളല്ലല്ലോ. പക്ഷേ ഈ നാട്ടിലെ ഞാൻ പ്രതിനിധീകരിച്ച നാട്ടിലെ മുഴുവൻ ആൾക്കാരും ഒരു രാഷ്ട്രീയം നോക്കാതെ മനുഷ്യന്റെ പ്രശ്നങ്ങളിൽ സാധിക്കുന്നത് ചെയ്യാൻ എന്നും ഇരുന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു അധികാരവും ഇല്ലാഞ്ഞിട്ടും ഞാൻ എൻ്റെ ഓഫീസിൽ വക്കീൽ ഓഫീസിൽ വരുന്നവരോടും അതുപോലെ പല കാര്യങ്ങളായിട്ട് വരുന്നവരോടും എനിക്കുള്ള പരിചയം വെച്ച് ഞാൻ ഇപ്പോഴും സഹായിക്കുന്നുണ്ട്. അപ്പം അത് ജനങ്ങൾക്കറിയാം, നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും. അവിടുത്തെ മാധ്യമങ്ങൾ നിങ്ങൾ അന്വേഷിച്ചോ, അവരായിരുന്നു എൻ്റെ PR വർക്ക് എന്ന് പറയില്ല, ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ പബ്ലിക്കിലേക്ക് എത്തിച്ചത് അവിടുത്തെ കൊട്ടാരക്കരയിലുള്ള മാധ്യമങ്ങളാണ്. എനിക്ക് അവർ റിപ്പോർട്ടർ ഉൾപ്പെടെ ഉണ്ടായിരിക്കാം, എന്നാലും അരുൺകുമാർ അദ്ദേഹം അല്ലല്ലോ, ബാക്കി നേരിട്ട് അറിയാവുന്നവരുണ്ടല്ലോ. അപ്പം രാഷ്ട്രീയം നോക്കാതെ കഴിയാവുന്ന ഞാൻ എന്നും ജീവനുള്ളിടത്തോളം ഉണ്ടാവും ഒരു പൊതുപ്രവർത്തകയായിട്ട്. അങ്ങനെ ഒരു ഞാൻ എല്ലാം പഠിത്തപ്പോഴും എന്നെ കൈപിടിച്ചു കൊണ്ടുവരാൻ 100 കണക്കിന് പേര് രാഷ്ട്രീയം ഇല്ലാത്തവർ വരെ എന്നെ അഡ്വൈസ് ചെയ്തു. ഇങ്ങനെ ഓഫീസിലേക്ക് ഒരു വക്കീലായിട്ട് പഴയ പോലെ പോകേണ്ട ആളല്ല, സത്യം പറയുന്നത്. അപ്പോൾ അത് എൻ്റെ എന്തായാലും വേറൊന്നും ഉദ്ദേശമല്ലോ. അപ്പം തീർച്ചയായിട്ടും സമൂഹത്തോടൊപ്പം നിൽക്കണം എന്നെനിക്ക് തോന്നി. എനിക്ക് വേറെ ഒരു പ്രശ്നവും ഇല്ല, തീർച്ചയായിട്ടും ചെയ്യും, ഒക്കാവുന്നിടത്തോളം. അത്രയും ഇപ്പോഴുള്ള സൈബർ അറ്റാക്കിൽ വിഷമമുണ്ടോ? എന്തിനു വിഷമിക്കുന്നത്? എനിക്ക് ചേരുന്ന പേരല്ലത്. കാരണം എനിക്ക് ആദ്യമൊക്കെ MLA ഒക്കെ ആയപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം. ആദ്യ സമയം ജയിച്ചു വന്നപ്പോൾ വളരെ മോശമായിട്ട് ആ ചന്തമുക്കിലൊക്കെ ഒരു വലിയ നേതാവ് പ്രസംഗിച്ച് ആ നാട് മുഴുവൻ കേട്ടോണ്ടിരുന്നു. ആ കേട്ടതിൽ 1-2 പേര് ഇവിടെയും കാണും ചിലപ്പം. എന്തും മ്ലേച്ഛമായിട്ട് അന്ന് എനിക്ക് സങ്കടമൊക്കെ വന്നായിരുന്നു. കാരണം എൻ്റെ കുടുംബത്തിലൊന്നും ഇത് കേട്ടിട്ടില്ല. ഞങ്ങൾ വളരെ പുരാതനമായിട്ട് വളരെ ഇങ്ങനെയുള്ള ഭാഷയൊന്നും കേട്ടിട്ടില്ല. അപ്പം ഒന്നും പറഞ്ഞില്ല. ഞാനും വേറൊരു യോഗം വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അതെ ആ പറഞ്ഞ ആളിൻ്റെ കുടുംബത്തിന് ചേരുന്ന ആളെ എനിക്ക് അറിഞ്ഞുകൂടാ ഈ ഭാഷയൊന്നും, തീർച്ചയായിട്ടും അദ്ദേഹം തിരുത്തട്ടെ. ഈ സൈബർ ആക്രമണത്തോടും എനിക്കെന്താ, ഞാൻ നോക്കാറില്ല. ഞാൻ ഈ സൈബർ മേഖലയിൽ വരുന്ന എന്താണെന്ന് നോക്കാം, എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എന്നെ ബന്ധിക്കത്തില്ല. ഞാനല്ല, എന്നെ പറ്റി അല്ല റിപ്പോർട്ടറിലെ അരുൺകുമാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്, എന്നെ പറ്റിയല്ല. എന്നെ പറ്റി നിങ്ങൾ നാട്ടിൽ അന്വേഷിച്ചാലേ ഐഷ പൂറ്റി അധികാരമോഹിയാണോ അല്ലയോ എന്നുള്ള ഈ നാട്ടിലെ ജനം പറയും. ഞാൻ ഒരിക്കലും വേറെ എന്തുകൊണ്ട് പറയില്ല, സന്തോഷത്തോടെ സമാധാനത്തോടെ ങ്ങളുമായുള്ള ഇടപെടൽ, അതോടൊപ്പം തന്നെ വികസന പ്രവർത്തനങ്ങൾ നേതൃത്വം വഹിച്ചുള്ള പങ്ക്, ഇതെല്ലാം തന്നെ തീർച്ചയായും പാർട്ടിക്കൊരു മുതൽക്കൂട്ടാണ്. ശ്രീ ബാലഗോപാൽ പറഞ്ഞതുപോലെ ഐഷ പോറ്റി ഒരു തരത്തിലും ആശങ്കപ്പെടേണ്ട, ഐഷ പോറ്റിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് അനാഥമാകുമെന്നാണ്. ഞാൻ ബാലഗോപാലിനെ ഓർമ്മിപ്പിക്കുന്നത് അങ്ങനെ ഒരു തരത്തിലും ബാലഗോപാൽ ആശങ്കപ്പെടേണ്ടതില്ല. യഥാർത്ഥത്തിൽ CPM-ൽ നിന്നപ്പോഴാണ് അവർ അനാഥയായിരുന്നത്. അവർക്ക് ലഭിക്കേണ്ട അർഹതപ്പെട്ട പദവികളെല്ലാം നിഷേധിക്കുകയും അവരെ പതുക്കെ സൈലൈൻ ചെയ്ത് ആ സ്ഥാനത്തേക്ക് കൊട്ടാരക്കരയിൽ വന്ന് മത്സരിച്ച് ജയിച്ച് മന്ത്രിയായതിനു ശേഷം അവരോട് നീതി കാണിക്കുവാൻ ബാലഗോപാലിനോ CPM-നോ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ അവർ വീർപ്പുമുട്ടി കഴിയുകയായിരുന്നു CPM-നകത്ത്. അവർക്ക് പ്രവർത്തിക്കാനുള്ള ഒരിടം ഉണ്ടാകണമെന്ന് പറഞ്ഞു. ശ്രീ ഐഷ പോറ്റിനെ കൂടെ വിശദീകരിച്ചു കഴിഞ്ഞു. ജനങ്ങളാണ് ആവശ്യപ്പെടുന്നത്, മാഡം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നിശബ്ദമായി കഴിയുന്നത്, നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ നിശബ്ദമായി കഴിയുന്നു, എന്തുകൊണ്ട് നിങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് വരുന്നില്ല, നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ഈ നാടിന് വേണ്ടി, നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു, ഇനിയും ഞങ്ങൾ പലരും നിങ്ങളിത് പ്രതീക്ഷിക്കുന്നു, നിങ്ങൾ തീർച്ചയായും സജീവമായി പൊതുരംഗത്ത് വരണമെന്ന് കൊട്ടാരക്കരയിലെ ജനങ്ങൾ ആ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ കോൺഗ്രസ് എന്ന മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് ഇടം കണ്ടെത്തി വന്നത്. അവരെ ഞങ്ങൾ കഴിഞ്ഞിട്ട് സ്വീകരിച്ചു. കൊട്ടാരക്കരയിലെ കോൺഗ്രസ് മാത്രമല്ല, കൊല്ലത്തെ കോൺഗ്രസ് മാത്രമല്ല, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുള്ള നേതൃത്വം അറിഞ്ഞും അവർക്ക് എല്ലാവിധമായ പിന്തുണയും നൽകിക്കൊണ്ടാണ് അവർ പാർട്ടിയിലേക്ക് സ്വാഗതം. അവർ കൊട്ടാരക്കര മത്സരിക്കുമോ? സ്ഥാനാർത്ഥികളെ കുറിച്ച് എവിടെയും കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചിട്ടില്ല. ഐക്യജനാധിപത്യമുള്ള സ്ഥാനാർത്ഥി ചർച്ചകൾ ഉഭയകക്ഷി ചർച്ച പോലും ആരംഭിച്ചില്ല. അതിനിടയിൽ നിങ്ങൾ ഓരോരുത്തരും സ്ഥാനാർത്ഥിയായിട്ട് ഇങ്ങനെ പ്രഖ്യാപിക്കുന്നത് ശരിയല്ലെന്നാണ് എനിക്ക്. അങ്ങനെ ഒരു ആഗ്രഹം പാർട്ടിക്കുണ്ടോ? വരട്ടെ, അത് ചർച്ചകൾ നടന്നില്ലല്ലോ. ചർച്ചകൾ നടക്കുമ്പോഴല്ലേ ആരൊക്കെയാണ് ഇവിടേക്ക് സ്ഥാനാർത്ഥിയാകുമെന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ വിശ്വാസം വല്ല പറയാൻ പറ്റുമെന്ന് എന്തായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടി ഒരു മണ്ഡലത്തിലും ഒരു സ്ഥാനാർത്ഥിയും ഔദ്യോഗികമായി തീരുമാനിച്ചിട്ടുണ്ട്.
സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിനു മുമ്പ് UDF ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. UDF ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയായാൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഇലക്ഷൻ കമ്മിറ്റി ചേരും. ട്രെയിനിങ് കമ്മിറ്റിയുടെ ചെയർമാനും അംഗങ്ങളും പ്രാഥമിക ചർച്ചകൾ കഴിഞ്ഞ ദിവസം വന്ന് നടത്തി. അപ്പോൾ അതിനുശേഷം ഈ പറയുന്ന എല്ലാ നിയോജകമണ്ഡലത്തിനെ കുറിച്ചുള്ള സ്ഥാനാർത്ഥികളെ ചർച്ചകൾ ആരംഭിക്കുകയും എത്രയും വേഗം മുൻകാലങ്ങളേക്കാൾ വേഗത്തിൽ ഇത്തവണ കോൺഗ്രസിനും UDF സ്ഥാനാർത്ഥികൾ ഉണ്ടാകും. അത് ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ആയിഷ പോറ്റി കോൺഗ്രസിലേക്ക് വന്നപ്പോൾ അതിനെ വിമർശിച്ച ചില ആളുകൾ, വാക്കുകളൊന്നും ഞങ്ങൾ പറയുന്നില്ല, പക്ഷേ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് സംസ്ഥാന മന്ത്രിയായി, ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് കേന്ദ്രമന്ത്രിയായി ഒക്കെയായ ആളുകൾ CPM പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ സ്ഥാനം കിട്ടാഞ്ഞപ്പോൾ, ഐഷ പോറ്റി സ്ഥാനം കിട്ടാഞ്ഞപ്പോൾ പോകണമായിരുന്നെങ്കിൽ 2021 പോകേണ്ടത്. 2021 അവർ പാർട്ടിക്കൊപ്പം നിൽക്കുകയും പാർട്ടി സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ ഉള്ള സ്പേസ് ഇല്ലാതായപ്പോൾ ജനങ്ങൾ ആവശ്യപ്പെട്ടു. അപ്പോൾ അതിനുള്ള ഒരു അന്തസ്സുറ്റ ഇടം ഞങ്ങളും ചർച്ച ചെയ്തപ്പോൾ തീരുമാനിച്ചു. അങ്ങനെയാണ് ഈ പറഞ്ഞതുപോലെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് കേന്ദ്രമന്ത്രിയാവുകയും സംസ്ഥാന മന്ത്രിയൊക്കെ ആയ ആളുകൾ അപ്പുറത്ത് പോയപ്പോൾ ഈ പറഞ്ഞ നിലപാടും നയമൊക്കെ പറയുന്ന ആളുകൾ അവരുടെ സാഹിത്യവും തത്വചിന്തയൊന്നും എവിടെയും കണ്ടിട്ടില്ലല്ലോ. അതൊന്നും അവരോർത്താൽ മതി. അതെ അതെ, ഞങ്ങളുടെ കൂടെ തിങ്കളാഴ്ച വരെ സ്ഥാനാർത്ഥിത്വം കിട്ടുമെന്ന് ചോദിച്ചിട്ട് കിട്ടത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ചൊവ്വാഴ്ച പോയി പാർട്ടി മാറിയ ഒരാളുണ്ട്. ഞാൻ പേര് പറയുന്നില്ല.